റയൽ മാഡ്രിഡ് അങ്ങനെ അവരുടെ 2 മാച്ചസും ലാലിഗയിലെ ഫസ്റ്റ് 2 മാച്ചസ് കഴിഞ്ഞു. കാരണം ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിനെ നമ്മളെല്ലാവരും ഒന്ന് അനലൈസ് ചെയ്യണം, എസ്പെഷ്യലി ഫോർ റയൽ മാഡ്രിഡ് ഓഡിയൻസ്. റയൽ മാഡ്രിഡ് ഓഡിയൻസ് സ്പെഷ്യലായിട്ട് അനലൈസ് ചെയ്യും ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിന്റെ പെർഫോമൻസ്. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒരു സീസണിൽ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടാണ് റയൽ മാഡ്രിഡ് ടീം പുതിയൊരു സീസണിലോട്ട് വരുന്നത്. പുതിയൊരു കോച്ച് സാബി അലൻസോ, പുതിയ കുറച്ച് ട്രാൻസ്ഫേഴ്സ്, അതും മെയിൻ പൊസിഷൻസിൽ. സോ എങ്ങനെയുണ്ട് ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിന്റെ ഒരു പെർഫോമൻസ്, എങ്ങനെയാണ് ഇവരൊക്കെ പുതിയ ട്രാൻസ്ഫേഴ്സ് ഒക്കെ റയൽ മാഡ്രിഡ് ടീമുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകുന്നു, ഈ പുതിയ കോച്ച് എങ്ങനെ ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. കാരണം കുറെ സൂപ്പർ സ്റ്റാർസും കൂടി ഉണ്ട്, വിനി ആയാലും എംബാപ്പെ ആയാലും റോഡ്രിഗോ ആയാലും വാൽവർദെ ആയാലും, അങ്ങനെ കുറച്ച് സൂപ്പർ സ്റ്റാർസും കൂടി ഉണ്ട്. സോ ഇവരെ എങ്ങനെ ഈഗോ ഇല്ലാതെ ഈ ഒരു സാബി അലൻസോ കൊണ്ട് നടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡ് ടീമിനെ ഡിസ്കസ് ചെയ്തേ പറ്റൂ. കാരണം അത്ര വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമല്ല റയൽ മാഡ്രിഡ് ടീമിന്റെ. റയൽ മാഡ്രിഡ് ഓഡിയൻസ് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒസാസനായിട്ടുള്ള ഒരു മാച്ചിൽ നമ്മൾ കണ്ടതാണ്, റൈറ്റ് ബാക്ക് നമ്മൾ ട്രെന്റ് അലക്സാണ്ടറിനോടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ രണ്ടാമത്തെ മാച്ചിൽ റയൽ ഒവിയോഡയിൽ വന്ന സമയത്ത് അത് ഡാനി കാർവഹാളായി. അപ്പോൾ എനിക്ക് തോന്നുന്നു സാബി അലൻസോയുടെ ആ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാച്ചിൽ ഒസാസനേറ്റ് മാച്ചിൽ വിനി ജൂനിയർ ആയിരുന്നു ഫസ്റ്റ് അതായത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ റയൽ ഒവിയോയുടെ മാച്ച് വന്ന സമയത്ത് റോഡ്രിഗോ ആ ഒരു സ്ഥാനത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഒരു റയൽ മാഡ്രിഡ് ടീം ഫസ്റ്റ് ലെവലിൽ ആരും ഗ്യാരണ്ടീഡ് അല്ല. അതൊരു എന്താ പറയുക, റയൽ മാഡ്രിഡ് സാബി അലൻസോ ഉന്നയിക്കുന്ന ഒരു അജണ്ട അതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആരും ഗ്യാരണ്ടീഡ് അല്ല, പക്ഷെ എന്നാലും ചെറിയ ഗ്യാരണ്ടീസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. തിബോ കോർട്ടോ ആയാലും വാൽവർദെ ആയാലും അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവിടെയും ഇവിടെയും ഗ്യാരണ്ടീഡ് ആയിരിക്കും. എംബാപ്പെ ആയാലും, കാരണം എംബാപ്പേന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നല്ലപോലെ ചർച്ച ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് സാബി അലൻസോ കൊണ്ടുവരാൻ പോകുന്ന ഒരു മെയിൻ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഈഗോ ഇല്ലാതെ ഈ ഒരു പ്ലേയേഴ്സിന്റെ ഇടയിൽ കുറച്ച് കോമ്പറ്റീഷൻ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിനി ജൂനിയർ രണ്ടാമത്തെ മാച്ച് ആയപ്പോൾ ബെഞ്ചിലിരുത്തിയ സമയത്ത് റോഡ്രിഗോനെ കൊണ്ടുവന്നു. റോഡ്രിഗോ എന്ന് പറഞ്ഞാൽ വിനി ജൂനിയറിന്റെ അത്ര ഇല്ലെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ ഫ്ലേവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൻ പൊസിഷനിലാണ്, ലെഫ്റ്റ് വിങ്ങിലാണ് സാബി അലൻസോ അവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമ്പാക്ട് അദ്ദേഹം കൊണ്ടുവന്നു. അത് ഓവർ ദ ടോപ്പ് ലൗഡ് പെർഫോമൻസ് നടത്തിയെന്നൊന്നും ഞാൻ പറയില്ല റയൽ ഒവിയോഡേനായിട്ട്. പക്ഷെ എന്നാലും ഒരു ഡീസന്റ് പെർഫോമൻസ് അദ്ദേഹം നടത്തി. പക്ഷെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അത്ര ഒരു തൃപ്തിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കണ്ടതാണ്, അദ്ദേഹം ആ ഒരു സാധനമൊക്കെ വലിച്ചെറിയുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എദർ മിലിറ്റാവിന്റെ അപ്പുറത്ത് നിന്നും. പക്ഷെ വിനി ജൂനിയറിനെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ തെളിയിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. വിനി ജൂനിയർ അങ്ങോട്ട് ഫോമായി. വിനി ജൂനിയർ ഫോം ആവുക എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം വൺ ഓഫ് ദ കീ പ്ലെയർ ആണ് വിനി ജൂനിയർ എന്ന് പറയുന്നത്. എംബാപ്പെ വരുന്നത് വരെ വിനി ജൂനിയറിലൂടെയായിരുന്നു റയൽ മാഡ്രിഡ് ടീം കുറച്ച് കളികൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എംബാപ്പെ വന്നതിന് ശേഷം കുറച്ചു കാലം വിനി ജൂനിയറിനായിരുന്നു, പിന്നെ എംബാപ്പയാണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, കറന്റ് ഇപ്പോഴും എംബാപ്പയാണ് അവിടുത്തെ മെയിൻ പ്ലെയർ എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ വെറുതെ ജസ്റ്റ് ലാസ്റ്റ് 10 മാച്ചസിലോ ലാസ്റ്റ് 15 ലാലിഗ കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ആകെ ഒരു വിനി ജൂനിയർ ഉണ്ട്, പിന്നെ വേറെ ഏതൊരു പ്ലെയറും കൂടി ഉണ്ട്. അങ്ങനെ 2-3 പ്ലെയേഴ്സിന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 12 ഗോളും എംബാപ്പയാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, ലാലിഗയിൽ അത്രയധികം ഫോമിലാണ് എംബാപ്പെ എന്ന് പറയുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ എംബാപ്പയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ കറന്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എംബാപ്പയും വൺ ഓഫ് ദ കീ റോളാണ്. അപ്പോൾ വിനി ജൂനിയറും കൂടി ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈഗോ ഇല്ലാതെ ആ ഒരു പരിപാടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ നല്ലൊരു എന്താ പറയാ ന്യൂസ് ആണത്. ഓക്കെ, ഇപ്പോൾ വിനി ജൂനിയറും റോഡ്രിഗോയും ഈഗോ ഇല്ലാതെ തന്നെ റയൽ മാഡ്രിഡ് ടീമിൽ ഇങ്ങനെ മാറി ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചാൽ റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം. കാരണം രണ്ടുപേരും ആ ഒരു പൊസിഷന് വേണ്ടി അവരുടെ പേഴ്സണൽ സ്കിൽസ് കൂടും, കോമ്പറ്റീറ്റീവ്നെസ് കൂടും, അവർക്ക് എന്തെങ്കിലുമൊക്കെ തെളിയിക്കണം എന്നുള്ള കാര്യം വരും. അത് ഗോളായി മാറും, അസിസ്റ്റായി മാറും, പല ടീമിന് ഇൻ ബിറ്റ്വീൻ മാച്ചസ് ഒരു കീ റോളായിട്ട് മാറും അവർക്ക്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഡാനി കാർവഹാളും ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡും. ഓക്കെ, ഇപ്പോൾ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് കുറച്ച് ഒഫൻസീവ് പ്ലെയർ ആണ്. ഡാനി കാർവഹാൾ എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് റയൽ മാഡ്രിഡിന്റെ റൈറ്റ് ബാക്കിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡിനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യണം, അസിസ്റ്റ് ആയാലും ഗോളായും പ്രൊവൈഡ് ചെയ്തിട്ട് കീ പാസസ് കൊടുത്തിട്ടായാലും പ്രൂവ് ചെയ്യണം. ഓക്കെ, റയൽ മാഡ്രിഡ് ടീമിന് ആ ഒരു ഫസ്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ സാബി അലൻസോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിഫൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള കാര്യം. കാരണം വേറെ ഒന്നല്ല, കഴിഞ്ഞ ഫസ്റ്റ് മാച്ചിൽ ഒസാസുനേറ്റ് നമ്മൾ കണ്ടത് അത് ഡീൻ ഹ്യൂസറും എദർ മിലിറ്റാവും ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത്. അത് വളരെ എന്താ പറയുക നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ആ ഒരു കോംബോ കണ്ടപ്പോൾ. കാരണം എദർ മിലിറ്റാവ് എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള നല്ല ഡിഫെൻഡിങ് കാപ്പബിലിറ്റി ഉള്ള കുറച്ചുകൂടി അറ്റാക്കിങ്ങിലോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് എദർ മിലിറ്റാവ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ ഇഞ്ചറിയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡീൻ ഹ്യൂസൻ എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് പ്രഷർ സിറ്റുവേഷൻസിലും വളരെ കൂളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇതുവരെ. ഓക്കെ, ഇനി UCL ഫൈനൽ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ടഫ് മാച്ചസ് വരണം, എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫൻസും സ്റ്റെബിലൈസ് ചെയ്യണം. രണ്ടാമത്തെ മാച്ച് റയൽ ഒവിയോഡ് വന്ന സമയത്ത് റൂഡിഗറായി ഡീൻ ഹ്യൂസന്റെ
പാർട്ട്ണറായിട്ട്, അതായത് ഡീൻ ഹുസന്റെ ഒപ്പം ആ ഒരു ഡിഫൻസിൽ വന്നത് റൂഡിഗറാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറും കൂടിയാണ് റൂഡിഗർ എന്ന് പറയുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് ടീമിന്റെ ആ ഒരു ഡിഫൻസ് സ്റ്റെബിലൈസ് ചെയ്യാം, അതിലോട്ടുള്ള കോമ്പറ്റീഷനും കൂടിയും സാബി അലോൻസോ കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് റയൽ മാഡ്രിഡ് നടത്തിയെന്നല്ല, പക്ഷേ ഇതൊരു റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ടീം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സാബി അലോൻസോ കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ബാക്കിൽ കരേറാസ് ഉണ്ട്. കരേറാസിന് ഇപ്പോൾ കാര്യമായിട്ട് മെൻഡി പരിക്കിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ കരേറാസ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അദ്ദേഹം പക്ഷേ പുതിയ ടീം ആയതുകൊണ്ട് തന്നെ, റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാക്സിമം ഫോം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. റയൽ ഒവിയോടെക്കെതിരെ അദ്ദേഹത്തിന് കുറച്ച് ചലഞ്ചസ് ഒക്കെ വന്നു, പക്ഷെ എന്നാലും അതൊന്നും ഒരു ചലഞ്ച് അല്ല. അല്ലെ UCL പോലത്തെ മത്സരം, അല്ലെ എൽ ക്ലാസിക്കോ പോലത്തെ മത്സരം വന്നാലേ കരേറാസിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഡിഫൻസിലല്ല, മിഡ്ഫീൽഡിൽ ഒച്ചുമാനെ അദ്ദേഹത്തിന് വളരെ വലിയൊരു കീ റോൾ ഉണ്ട്. ഒച്ചുമാനിക്കും ആർദെ ഗൂളറിനും, അത് സാബി അലോൻസോയുടെ ടീമിൽ വളരെ വലിയൊരു കീ റോൾ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ 2 മാച്ച് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം അതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പല സമയത്തും ക്ലീൻ ടാക്കിളൊക്കെ നമ്മൾ, അതായത് കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് ഗോൾ വന്നത് ആർദെ ഗൂളറിന്റെ അസിസ്റ്റന്റും എംബാപ്പയാണ്. അതിന്റെ ആ ഒരു തൊട്ട് മുമ്പ് ഒരു ക്ലീൻ ടാക്കിളായിരുന്നു ഒച്ചുമാനിയുടെ വക. അത് റയൽ ഒവിയോയുടെ പ്ലേയേഴ്സിന്റെ വക അപ്പീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഫൗളാണ് എന്നുള്ളത്. പക്ഷേ റീപ്ലേ നോക്കിയ സമയത്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ടാക്കിളാണ്. അത് ഞാൻ കഴിഞ്ഞ മാച്ചിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് ക്ലീൻ ആയിട്ടുള്ള ടാക്കിളാണ്. അപ്പോൾ ഒച്ചുമാനിക്ക് വളരെ കീ ആയിട്ടുള്ള റോൾ ഉണ്ട്. അതായത് PSG-യിൽ വിറ്റീനിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പോലെ വളരെ കീ റോൾ ഉണ്ട്. അത്രയും ചിലപ്പോൾ മുമ്പിലോട്ട് പോയി എന്ന് വരില്ല, പക്ഷെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വളരെ കീ ആയിട്ടുള്ള ഒരു റോൾ ചുമാനിക്ക് സാബി അലോൻസോയുടെ അണ്ടറിൽ ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ തോന്നിയത്. എനിക്കറിയില്ല, ചുമാനി ഒരു ഫുൾ സ്ട്രെച്ച് സീസൺ കളിക്കേണ്ട ഒരാളാണ്. കമവിംഗക്ക് ഓൾറെഡി വരിക്കാണ്. കമവിംഗ അദ്ദേഹത്തെ കൊണ്ടുവരണം. അദ്ദേഹത്തിന് ചുമാനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആരായിരിക്കും ചുമാനിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരിക, അത് നോക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഫെഡെ വാൽവേർദെ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് വളരെ കീ ആയിട്ടുള്ള റോളാണ്. അത് ട്രാക്ക് ബാക്ക് ചെയ്ത് ബാക്കിലോട്ടും വരണം, മുമ്പിലോട്ടും പോകണം, ബോൾ എത്തിച്ചു കൊടുക്കും വേണം. വളരെ ഒരു അത്യാവശ്യം നല്ല റോൾ തന്നെയാണ്. പിന്നെ ആർദെ ഗൂളർ, അദ്ദേഹത്തെ കഴിഞ്ഞ മാച്ചിലൊക്കെ ഒരു ക്യാമ്പ് പൊസിഷൻ, ഒരു നമ്പർ 10 പൊസിഷനിലാണ് സാബി അലോൻസോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും വളരെ കീ ആയിട്ടുള്ള റോൾ തന്നെയാണ്. അദ്ദേഹം എന്നാലും മിഡ്ഫീൽഡിൽ ആർദെ ഗൂളറിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സാബി അലോൻസോ തെച്ച് മിനിക്ക് എടുത്ത് കൊണ്ടുവരും ആർദെ ഗൂളറിനെ എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ചാൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന്. ആർദെ ഗൂളറാണെങ്കിൽ ചാൻസ് കൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഓരോ മാച്ച് കഴിയുമ്പോഴും ആർദെ ഗൂളർ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എംബാപ്പയുടെ അസിസ്റ്റ് നമ്മൾ കണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റ്. അതൊരു എംബാപ്പന്റെ ഫിനിഷ് നമ്മൾ പറയണം കേട്ടോ. ആ ഒരു ടച്ച് ചെയ്തു, ടേൺ ചെയ്തു, തിരിഞ്ഞു, അടിച്ചു. ഓക്കെ, അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേൺ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ഫോർവേഡിൽ മസ്തൻ തുവാനോനെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് ടീമിന്റെ മെന്റാലിറ്റി തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ആ ഒരു PSG-യുമായിട്ടുള്ള ഒരു സെമി ഫൈനലിലെ പരാജയത്തിന് ശേഷം പ്രസ്സിംഗ് ഫുട്ബോൾ ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ് എന്നുള്ളത് റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ സാബി അലോൻസോക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ലപോലെ പ്രസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ലപോലെ ടാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറങ്ങി വന്ന് ബോൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മസ്തൻതുവാനൊക്കെ കുറച്ചും കൂടി സെൻട്രലിലോട്ട് അടുപ്പിച്ച് കണ്ടുള്ള ഒരു പ്ലെയറാണ്. കുറച്ചും കൂടി ഇങ്ങോട്ട്, അതായത് ആ ഒരു ലൈനിനെ അങ്ങോട്ട് കീപ്പ് ചെയ്ത് അങ്ങനത്തെ അതിൽ കൂടുതൽ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ 1-on-1 സിറ്റുവേഷനിൽ അങ്ങനെ പേടിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല മസ്തൻതുവാന. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു, അദ്ദേഹത്തിന് വന്ന് നല്ലൊരു ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ബിഗ് ചാൻസും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, 6.3 ഒക്കെയാണ് സോഫാ സ്കോർ റേറ്റിംഗ് കൊടുത്തെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് കൊടുത്തത്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് മസ്തൻതുവാൻ എടുത്തു. പക്ഷെ 63-ാമത്തെ മിനിറ്റ് ആയ സമയത്ത് അദ്ദേഹത്തെ പിന്നെ വിളിച്ച് ബ്രൈം ഡയസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ബ്രൈം ഡയസ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നു. മസ്തൻതുവാനാണ്. സാബി അലോൻസോ മസ്തൻതുവാനെ ട്രസ്റ്റ് ചെയ്തു. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഫസ്റ്റ് ലെവലിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത റിവർ പ്ലേറ്റിൽ നിന്നും വന്നൊരു 18 വയസ്സ് മാത്രമുള്ളൊരു വണ്ടർ കിഡിനെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്തു. അത് വലിയൊരു കാര്യം തന്നെയാണ് സാബി അലോൻസോയുടെ അണ്ടറിൽ. സോ ഈ ഒരു റയൽ മാഡ്രിഡ് ടീം കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ആ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത് മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി കൺട്രോൾ വേണം. കാരണം കഴിഞ്ഞ മാച്ചിൽ റയൽ ഒവിയോഡോ എന്ന് പറയുന്നത് റെലഗേഷന്റെ അവിടെ നിന്ന് വരുന്നൊരു ടീമാണ്. ഓക്കെ, ഇപ്പോൾ ലാലിഗയിൽ അവർ തിരിച്ചെത്തി. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ എതിരെ പോലും സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രട്ടനിങ് വന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല പോലെ പ്രസ് ചെയ്ത്, സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് അത്രയധികം പ്രസ്സിംഗ് വന്നില്ലായിരുന്നു. വിനി ജൂനിയർ വരുന്നത് വരെ, ആ ഒരു 2ാമത്തെ ഗോൾ വരുന്നത് വരെ. ഓക്കെ, പിന്നെയാണ് വിനി ജൂനിയറിനെ പിന്നെ അവിടെയാണ് സാബി അലോൻസോ യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത്തും ഫിസിക്കാലിറ്റിയും എബിലിറ്റിയും അദ്ദേഹത്തെ യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് 2ാമത്തെ ഗോൾ കൊണ്ടുവന്നു. അങ്ങനത്തെ കുറച്ച് കീ കാര്യങ്ങൾ, ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ സാബി അലോൻസോ കൊണ്ടുവരുന്നുണ്ട്, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് റയൽ മാഡ്രിഡ് ടീമിൽ. ഇനി അടുത്തത് മയോർക്കെതിരെയാണെന്ന് തോന്നുന്നു റയൽ മാഡ്രിഡിന്റെ അടുത്ത മാച്ച്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മയോർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാഴ്സലോണക്കെതിരെയുള്ള ലാസ്റ്റ് മാച്ച് മയോർക്കന്റെ കണ്ടതാണ്. ഒരുമാതിരി
5-6 ഡിഫൻസ് അവിടെ ഉണ്ടാവുക. ഒരു നിരത്തിട്ടൊക്കെയാണ് ഡിഫൻസ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എംബാപ്പെ, വിനി ജൂനിയർ, റോഡ്രിഗോ, മസ്തൻതുവാനോ അവരെ പോലെ എന്ത് ചെയ്യും? ഓക്കെ, ആ സമയത്ത് സാബി അലോൻസോ എന്തായിരിക്കും ടീമിൽ കൊണ്ടുവരാൻ പോകുന്ന ഇംപ്ലിമെന്റേഷൻ? കാരണം വിജയിച്ചേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല. ലാ ലീഗ നേടണം, ചാമ്പ്യൻസ് ലീഗ് നേടണം, ഡെൽറേ നേടണം, കൊപ്പ ഡെൽറേ നേടണം, സൂപ്പർ കോപ്പ ഡി എസ്പാനെ നേടണം, എല്ലാം നേടണം ഈ ഒരു സീസണിൽ. കാരണം കഴിഞ്ഞ സീസണിൽ ഒന്നുമില്ലാതെ പോയൊരു പ്രശ്നമുണ്ട് റയൽ മാഡ്രിഡിന്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു മയോർക്കെതിരെയുള്ള ഒരു മാച്ച് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ അടുത്ത മാസമല്ല, ഒക്ടോബറിൽ വരാൻ പോകുന്ന ആ ഒരു ഒക്ടോബറിലോ സെപ്റ്റംബറിലാണ് എൽ ക്ലാസിക്കോ ഉള്ളത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ എൽ ക്ലാസിക്കോ ഒരു ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.